നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരിയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് എറണാകുളം ജില്ല മഞ്ഞപ്ര പഞ്ചായത്തിൽ 7-ാം വാർഡിൽ സെബിപുരത്ത് പള്ളിപ്പാടൻ ബിൽഡിംഗിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഞാറസ്രയിൽ വിപിൻ്റെ ഭാര്യ സുജ വിപിൻ. ഇവർ ഒരു കൊറോണറി രോഗത്തിന് അടിമപ്പെട്ട വ്യക്തിയാണ്. അറ്റാക്കിനെ തുടർന്ന് ആൻജിയോഗ്രാം ചെയ്തു. അപ്പോളോ ആശുപത്രിയിലാണ് അത് ചെയ്തത്. ഇപ്പോൾ ബൈപ്പാസ് സർജറി ചെയ്യണം എന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ പേര് സുജ എന്നാണ്. ഞങ്ങളിവിടെ മഞ്ഞപ്ര സെബിപുരത്ത് വാടകയ്ക്ക് താമസിക്കണം. 6 വർഷമായിട്ട് ഇപ്പോൾ വാടകയ്ക്കാണ്. ഞാൻ ഈ തൊഴിലുറപ്പ് ജോലിക്കാണ് പോയിക്കൊണ്ടിരുന്നത്. ഭർത്താവിന് കൂലിപ്പണിയാണ്. ഒരു കൈക്ക് ഒരു ആക്സിഡന്റ് പറ്റിയപ്പോൾ തന്നെ അങ്ങനെ കാര്യമായിട്ട് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. 2 മക്കള്, മോള് 10ാം ക്ലാസ്സിൽ, മോൻ 7ലേക്കും. എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് 22 വർഷം കഴിഞ്ഞ് 23ാമത്തെ വർഷമാണ്. ഞങ്ങൾക്ക് വീടുണ്ടായിരുന്നുണ്ട്, സ്ഥലവും വീടൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞ് 8 വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മോളുണ്ടായത്. മോളുണ്ടാവാൻ വേണ്ടി ഒരുപാട് ചികിത്സകളൊക്കെ ചെയ്തിട്ടാണ് അവളുണ്ടായത്. പിന്നെ 7ാം മാസത്തിലായിരുന്നു. 7ാം മാസത്തിൽ സിസേറിയൻ ചെയ്ത് എടുക്കേണ്ട വന്നു. അപ്പോൾ കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു കുറച്ച് കേസുകൾ. അതുകൊണ്ട് 7ാം മാസത്തിലെടുത്തു. എറണാകുളം മെഡിക്കൽ സെൻ്ററിലായിരുന്നു. അപ്പോൾ ഒരു 2.5 ലക്ഷം രൂപ ചിലവ് വന്നു. അതുകൊണ്ട് വീടും സ്ഥലവും ഉണ്ടായിരുന്നാണ്. ഒരു ചെറിയ വീടായിരുന്നു അത് വിറ്റ് ഈ കടങ്ങളെല്ലാം തീർത്ത് ഞങ്ങൾ പിന്നെ ഒരു 5 സെന്റ് സ്ഥലവും ഒരു വീടും വാങ്ങി. അങ്ങനെ പിന്നെ മോനുണ്ടായപ്പോഴും ഇതുപോലെ 7ാം മാസത്തില് അവനും ജനിച്ചു. അതുകൊണ്ട് ആ വീടും വിൽക്കേണ്ടി വന്നു. അങ്ങനെ ഞങ്ങള് പിന്നെ വാടക വീടുകളിൽ മാറി മാറി താമസിച്ച് കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ 6 വർഷത്തോളമായി വാടകയ്ക്ക് തന്നെയാണ്. ഞാനിങ്ങനെ കൂലിപ്പണിക്കുകയും ഈ തൊഴിലുറപ്പ് പണിക്കൊക്കെ പോയിട്ടിരിക്കായിരുന്നു. മൂത്ത മകളും 2ാമത്തെ മകനും മാസം തികയാതെ ജനിച്ചവരായിരുന്നു. മൂത്ത മകൾക്ക് അതിനാലുണ്ടായ രോഗങ്ങൾക്കും വൈകല്യങ്ങൾക്കും ചികിത്സിക്കുന്നതിന് വേണ്ടി വീട് വിറ്റു. മിച്ചം വന്ന പണം സൂക്ഷിച്ചു വെച്ചും കുറച്ചുകൂടി സ്വരൂപിച്ചും വേറൊരു വീട് പിന്നീട് വാങ്ങി. എന്നാൽ മകനും അതേ രീതിയിൽ തന്നെ ജനിച്ചതിനാൽ മകന്റെ ചികിത്സയ്ക്ക് വേണ്ടി ആ ഭവനവും വിൽക്കേണ്ടി വന്നു. ഇപ്പോൾ വാടക വീട്ടിലെ ഒരു മുറിയിലാണ് ഇവർ താമസിക്കുന്നത്. ഡിസംബർ അവസാനം ഇങ്ങനെ അറ്റാക്ക് വന്ന് മെഡിക്കൽ സെന്റർ ഈ എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ 6 ദിവസം അവിടെ അഡ്മിറ്റായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും മരുന്നുകളൊക്കെ കഴിച്ച് ഇരുന്ന് ആൻജിയോഗ്രാം ചെയ്യാൻ അവിടെ പറ്റിയില്ല. അവർ 75,000 രൂപ കെട്ടിവെച്ചാൽ ആൻജിയോഗ്രാമും ആൻജിയോപ്ലാസ്റ്റിയും കൂടി ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഈ അങ്കമാലി അപ്പോളയിൽ ഇങ്ങനെ ആൻജിയോഗ്രാം ചെയ്ത് 5 ബ്ലോക്ക് ഉണ്ടെന്ന് അവർ കണ്ടെത്തി. അപ്പോൾ ബൈപ്പാസ് സർജറി വേണം. അതിന് ഒരു 3,25,000 രൂപ ചിലവ് വരും. അപ്പോൾ അതില്ലാത്ത കാരണം കൊണ്ട് അത് ചെയ്യാൻ വൈകി. ഇപ്പം 5 മാസമായി ഓപ്പറേഷൻ പറഞ്ഞിട്ട്. ഇപ്പം അതിന് കാശില്ലാത്തതുകൊണ്ട് ഇങ്ങനെ പലരും ഇങ്ങനെ സഹായങ്ങളൊക്കെ തന്ന് മരുന്ന് മേടിക്കാനായിട്ട് വാടക 3,000 രൂപ കൊടുക്കണം. ഇതെല്ലാം എല്ലാവരുടെ സഹായം കൊണ്ടാണ് ഇപ്പൊ ജീവിച്ചു പോണത്. അഞ്ച് ബ്ലോക്കുകൾ ഉണ്ടെന്നാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. 3 ലക്ഷത്തിലധികം രൂപ വേണം എന്നാണ്
പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ ഭർത്താവ് വിപിൻ ഒരു കൂലിപ്പണിക്കാരനാണ്. വിപിൻ്റെ നാട് അത്താണിയാണ്. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 23 വർഷം കഴിഞ്ഞു. മഞ്ഞപ്പുറ തന്നെയാണ് ഇവർ താമസിക്കുന്നത്. അന്ന് സ്വഭവനത്തിലായിരുന്നു താമസിച്ചിരുന്നത്. ജനുവരി മാസം തുടങ്ങി ഞാൻ ഇവിടെ ഒറ്റയ്ക്കുള്ള കാരണോണ്ട് ആശുപത്രിയിൽ നിന്ന് വന്നപ്പോൾ തുടങ്ങി പിള്ളേരും ഹസ്ബൻഡ് എപ്പോഴും ഇവിടെ ഉണ്ടാവും. കാരണം എനിക്കിങ്ങനെ ഇടയ്ക്ക് നെഞ്ചുവേദന, ശ്വാസം മുട്ട് അതുപോലെയൊക്കെ വരും. ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ അധികം നടക്കാനോ അങ്ങനെ പാടില്ല. അപ്പോൾ അവർ അന്ന് ഒരാൾ സ്കൂളിൽ പോവുകയാണെങ്കിൽ, ഇന്ന് പോവുകയാണെങ്കിൽ മറ്റാൾ ഇവിടെ ഇരിക്കും. അങ്ങനെ മാറി മാറി അവരുടെ ക്ലാസ് കളഞ്ഞ് എൻ്റെ അടുത്തിരുന്നു. അതുപോലെ ഭർത്താവും പണിക്ക് ചെറിയ പണിക്കൊക്കെ പോയിട്ടിരുന്നതാണ്, കൈ പാടില്ലെങ്കിലും ഇടയ്ക്കൊക്കെ. അപ്പോൾ ഭർത്താവിനും പോകാൻ പറ്റില്ല. ഇടയ്ക്കൊക്കെ അങ്ങനെ ആശുപത്രിയിൽ കൊണ്ടുപോകണം, ഡോക്ടറെ കാണാനൊക്കെ പോകണം. അപ്പോൾ അവർ 3 ആളിങ്ങനെ മാറി മാറി ഇരിക്കായിരുന്നു ഇതുവരെ. പിന്നെ ഇവർക്ക് സ്കൂൾ ഇപ്പോൾ തുറന്നു. ഇപ്പം ആൾക്ക് പണിക്ക് പോകാൻ പറ്റണില്ല. എന്നെ ഒരാൾ ഇങ്ങനെ ഇരിക്കണം എപ്പോഴും. അസുഖം ഇതായിരുന്നുകൊണ്ട് ആരെങ്കിലും ഒരാളൂടെ വേണം. കാരണം എനിക്ക് എപ്പോഴാണ് ബുദ്ധിമുട്ട് വരണേന്നും പറയാൻ പറ്റില്ല. അങ്ങനത്തെ കണ്ടീഷനിന് 4 രക്തക്കുഴലുള്ളതിൽ 3 രക്തക്കുഴലും ബ്ലോക്കാണ്. ഒരു കുഴലിൽ കൂടെയാണ് ഈ രക്തം എത്തിക്കുന്നത് ഹൃദയത്തിലേക്ക്. അങ്ങനെയാണ് ഡോക്ടർ പറഞ്ഞത്. അത് ഇങ്ങനെ ഒരു പാത്രം പോലും കഴുകുമ്പോൾ നമുക്കതൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത്. ഓപ്പറേഷൻ 5 മാസമായി ഓപ്പറേഷൻ പറഞ്ഞിട്ട്. ഇതുവരെയും കാശില്ലാത്തതുകൊണ്ട് നടത്താൻ പറ്റിയില്ല. അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഓരോ ദിവസം വൈകി പോണതിൻ്റെ ബുദ്ധിമുട്ടും ടെൻഷനും അതിൻ്റെ വേദനയും എല്ലാം ഉണ്ട്. മകൾ 10ാം ക്ലാസ്സിലും മകൻ 7ാം ക്ലാസ്സിലും പഠിക്കുന്നു. ഇവരുടെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കായി ഇവർ വിഷമിക്കുകയാണ്. വിപിൻ്റെ കൈക്ക് ഒരു ആക്സിഡന്റ് വന്നതിനെ തുടർന്ന് കഠിനമായ ജോലികൾ ഒന്നും ചെയ്യുവാൻ പറ്റുന്നില്ല. തൊഴിലുറപ്പിന് പോയിക്കൊണ്ടിരുന്ന സുജയ്ക്ക് ഇപ്പോൾ രോഗം വന്നതിന് ശേഷം അതിനും പോകുവാൻ പറ്റാത്ത സ്ഥിതിയായി. ഇപ്പോൾ സുമനസ്സുകളുടെ സഹായത്താലും കടം വാങ്ങിയുമൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ പേര് വിപിൻ, സുജയുടെ ഭർത്താവാണ്. ആൾക്ക് ഹാർട്ടിന് കംപ്ലൈൻ്റ് ആയിട്ട് അറ്റാക്കായിട്ട് വന്നു. 5 ബ്ലോക്കുണ്ട്. എനിക്ക് കൂലിപ്പണിയാണ്. ഇപ്പം ആൾക്ക് ബൈപ്പാസ് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞേക്കണം. എനിക്ക് സ്ഥിരം ഫുള്ളായിട്ട് പണിക്ക് പോകാൻ കഴിയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല. ഇപ്പം കുട്ടികൾക്ക് പഠിത്തമുള്ള സമയമാണെങ്കിൽ ഇവിടെ അവളുടെ അടുത്ത് ഇരിക്കേണ്ടി വരും. ആൾക്ക് ഓപ്പറേഷൻ ബൈപ്പാസ് ചെയ്യണമെന്ന് പറയണേ. ബൈപ്പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പൈസയുടെ കാര്യങ്ങളൊന്നും നടക്കാത്ത. എനിക്കാണെങ്കിൽ സ്ഥിരം പണിക്ക് പോകാൻ പറ്റില്ല. എൻ്റെ കൈ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യങ്ങൾ നടക്കുന്നില്ല. ഇപ്പം 5 മാസമായിട്ട് ഇപ്പം മരുന്നും കാര്യത്തുമേ നടക്കാണ്. ഇപ്പം പൈസ എന്ന് പറയണമെങ്കിൽ എല്ലാവരും സഹായിച്ചാണ് ഇപ്പം കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് കാണുന്ന എല്ലാ കുട്ടൻസിയുടെ എല്ലാ പ്രേക്ഷകരും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണം. പിന്നെ എന്തെങ്കിലും നിങ്ങൾ കഴിയുന്ന ഒരു സഹായവും ചെയ്യണമെന്ന് വിനീതമായി പറയും. സർജറി പറഞ്ഞിട്ട് ഇപ്പോൾ 5 മാസം കഴിഞ്ഞു. സാമ്പത്തികം കണ്ടെത്തുവാൻ കഴിയാത്തതുമൂലം നീട്ടിക്കൊണ്ടു പോവുകയാണ്. ഈ അവസ്ഥയിലാണ് ഇവർ ഗുഡ്നസ് ടിവിയെ സമീപിച്ചത്. സുജയുടെ അസുഖം ഏതു സമയത്തും ഗുരുതരമാകാമെന്നുള്ളതുകൊണ്ട് ആരെങ്കിലും എപ്പോഴും കൂടെ വേണം. സ്കൂളിൽ ക്ലാസുകളുള്ള ദിവസങ്ങളിൽ മക്കളിൽ ഒരാൾ മാത്രമേ പോകാറുള്ളൂ. അങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ മാറി മാറി അമ്മയ്ക്ക് കൂട്ടിരിക്കേണ്ടി വരുന്നതുകൊണ്ട് പഠനകാര്യങ്ങളിൽ വളരെ ഈ കുട്ടികൾ പ്രയാസപ്പെടുന്നുണ്ട്. ഇങ്ങനെ ഇവർ ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും ചെറിയ പണികൾക്കാണെങ്കിലും മറ്റ് വീടിൻ്റെ ആവശ്യങ്ങൾക്കാണെങ്കിലും വിപിന് പുറത്തേക്ക് പോകുവാൻ കഴിയുന്നുണ്ട്. സർജറിക്ക് വേണ്ടി
3,25,000 രൂപ വേണമെന്നാണ് ആശുപത്രിയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഗുഡ്നസ് ചാനലിൻ്റെ നല്ലവരായ പ്രേക്ഷകർ, ഇത് കാണുന്നവർ എല്ലാവരും ദൈവത്തിൻ്റെ നാമത്തിൽ എന്നെ സഹായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ സഹായമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർ ചികിത്സയ്ക്കും ഓപ്പറേഷനും സാധിക്കുകയുള്ളൂ. ഇത് കാണുന്ന എല്ലാവരും എന്നെ സഹായിക്കണമെന്ന് ഞാൻ ആത്മാർത്ഥമായി അപേക്ഷിക്കുകയാണ്. മക്കൾക്കും അപ്പനും അമ്മയ്ക്കും എന്നും വിഷമം മാത്രം കൂട്ടായിരിക്കുന്ന ഈ ഭവനത്തിലേക്ക് പ്രത്യാശയുടെ വെളിച്ചവുമായി കടന്നെത്തുവാൻ ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകർക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പേര് ആദിദേവ്. ഞാൻ 7ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. എൻ്റെ ചേച്ചി 10ാം ക്ലാസ്സിലാണ്. എൻ്റെ അമ്മയ്ക്ക് ബൈപ്പാസ് സർജറി വേണം. അതിനായി 3.5 ലക്ഷം രൂപ വേണം. അത് ഇതുവരെയായിട്ടും കാശ് തികഞ്ഞിട്ടില്ല. ഇത് കാണുന്ന പ്രേക്ഷകർ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുവാനും എൻ്റെ അമ്മയ്ക്ക് വേണ്ട സഹായങ്ങളും ഞാൻ അപേക്ഷിക്കുന്നു. ഇവർ എത്രയും വേഗം ഈ പ്രതിസന്ധിയെ തരണം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്തുകൊണ്ട് ഈ കുടുംബത്തിൻ്റെ വിഷമാവസ്ഥയെയും ഇവരുടെ ആവശ്യങ്ങളെയും സവിനയം പ്രേക്ഷക സമക്ഷം സമർപ്പിക്കുന്നു. സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ സെബാസ്റ്റ്യൻ എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ വലതുവശത്ത് നിൽക്കുന്നത് സെബാസ്റ്റ്യൻ്റെ ഒരു സുഹൃത്ത് ഷംസാദാണ്. സെബാസ്റ്റ്യന് വരാനായിട്ട് നിവൃത്തിയില്ലാത്തതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനാണ് ഇപ്പോൾ ഈ പണം സ്വീകരിക്കുന്നതിനായിട്ട് എത്തിയിരിക്കുന്നത്. സെബാസ്റ്റ്യന് 39 വയസ്സുണ്ട്. വർഷങ്ങളായിട്ട് കിഡ്നി ഫെയിലിയറായിട്ട് അദ്ദേഹം ഡയാലിസിസിന് വിധേയനായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സെബാസ്റ്റ്യൻ ഒരു വെൽഡറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. കുറ്റ്യാടി അടുത്താണ് അവർ താമസിക്കുന്നത്. അവരുടെ ശരിക്കുള്ള സ്ഥലം വയനാടാണ്. പക്ഷെ ചികിത്സാർത്ഥമായിട്ട് മറ്റ് സഹായിക്കാൻ ആളില്ലാത്തതിൻ്റെയും പേരിൽ സഹോദരിയുടെ വീട്ടിലാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. അപ്പോൾ ഈ അവസരത്തിലാണ് ഗുഡ്നസ് ടിവി സെബാസ്റ്റ്യനെ കുറിച്ച് അറിയുന്നതിനും അദ്ദേഹത്തിൻ്റെ രോഗാവസ്ഥ ഗുഡ്നസ് ടിവിയിലൂടെ അറിയിക്കുന്നതിനും ഇടയായത്. ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ തങ്ങളുടെ തന്നെ ഒരു ആവശ്യമായിട്ട് കണ്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് 1,25,000 രൂപ സമാഹരിക്കുന്നതിനായിട്ട് നമുക്ക് ഇപ്പോൾ സാധിച്ചു. ആ തുക ഗുഡ്നസ് ടിവിയുടെ എല്ലാ നല്ല പ്രേക്ഷകരുടെയും പേരിൽ ഞാനിപ്പോൾ സെബാസ്റ്റ്യന് വേണ്ടി ഷംസാദിനെ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാർ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറയുന്നതിനായിട്ട് ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ സെബാസ്റ്റ്യനെ കുറിച്ച് ഗുഡ്നസ് ടിവിയിലൂടെ അറിയാനായിട്ട് ഇടയായപ്പോൾ ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹകരിക്കുകയുണ്ടായി. അതുകൊണ്ടാണ് 1,25,000 രൂപ സമാഹരിക്കുന്നതിനും കൊടുക്കുന്നതിനും നമുക്കിപ്പോൾ സാധിച്ചത്. നിങ്ങളെല്ലാവരും സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് എന്നെനിക്കറിയാം. നിങ്ങൾ പലരും എന്നെ ഫോണിൽ വിളിക്കാറുണ്ട്. അങ്ങനെ വിളിക്കുമ്പോൾ കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്നവർ, ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിക്കുന്നത്, ക്ഷേമ പെൻഷൻ
കൊണ്ട് കഴിയുന്ന ആളുകളൊക്കെയാണ് ഭൂരിഭാഗം പേരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങളുടെ പല ആവശ്യങ്ങളും വേണ്ടെന്ന് വെച്ചിട്ടാണ് ഈ സെബാസ്റ്റ്യൻ എന്ന സഹോദരനെ സഹായിക്കാനായിട്ട് നിങ്ങൾ മുന്നോട്ട് വന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നന്ദി പറയുകയാണ്. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആയുസ്സും ആരോഗ്യവും ദൈവം നിങ്ങൾക്ക് നൽകിയത് കൊണ്ടാണല്ലോ ഇങ്ങനെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിച്ചത്. നമ്മളെ ദൈവം രോഗങ്ങളിൽ നിന്നും സംരക്ഷണം ഒരുക്കിയത് കൊണ്ടാണ് ആരോഗ്യവാന്മാരായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇനിയും നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രവർത്തനങ്ങളിലെല്ലാം വിജയം നിങ്ങൾക്ക് നൽകട്ടെ. സന്തോഷവും സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലും കുടുംബത്തിലും എന്നും ഉണ്ടായിരിക്കട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ഈ സെബാസ്റ്റ്യൻ എന്ന സഹോദരനെ നമുക്ക് ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. 39 വയസ്സ് ചെറുപ്പമാണിപ്പോഴും. ഇനിയും അനേക വർഷങ്ങൾ അദ്ദേഹത്തിന് ജീവിക്കാനായിട്ടുണ്ട്. ദൈവം രോഗസൗഖ്യവും ആരോഗ്യവും നൽകി അദ്ദേഹത്തെ സൗഖ്യപ്പെടുത്തട്ടെ എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എൻ്റെ സുഹൃത്ത് സെബാസ്റ്റ്യൻ്റെ ചികിത്സാ സഹായത്തിന് വേണ്ടി സഹകരിച്ച ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർക്ക് നന്ദി അറിയിക്കുന്നു.